അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സോഷ്യൽ മീഡിയ സാമൂഹിക പ്രവർത്തനങ്ങളുടെ പുതുവഴികളെന്ന കാലിക പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. എല്ലാ കാലങ്ങളിലും അടിച്ചമർത്തപ്പെട്ടവൻ്റെ നാവായി നിലകൊണ്ടവരാണ് മാധ്യമങ്ങൾ. അടിച്ചമർത്തപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലോട്ട് തള്ളപ്പെട്ടവരെ മുൻനിരയിലോട്ട് എത്തിക്കുന്നതിൽ മാധ്യമങ്ങൾ സർവകാലങ്ങളിലും പ്രയത്നിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് നാം സോഷ്യൽ മീഡിയയുടെ നവമാധ്യമങ്ങളുടെ കാലത്ത് എത്തി നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു ആവിർഭാവ കാലം നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രാരംഭഘട്ടത്തിൽ ഇത് വെറുമൊരു ആസ്വാദനത്തിൻ്റെയും സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുപോലെയുള്ള ഉന്മാദ പ്രവർത്തനങ്ങൾക്കായുള്ള ഒരു ഉപാധി മാത്രമായാണ് നാം നമ്മുടെ പരിമിതമായ കാഴ്ചകളിലൂടെ കണ്ടിരുന്നത്. എന്നാൽ ഇത് മാധ്യമധർമ്മത്തെ സാധൂകരിക്കുന്ന തലത്തിലോട്ട് വളരുമെന്നുള്ളത് നാം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയായി മാറിയിരിക്കുകയാണ്. അത് നമ്മുടെ ചിന്തകൾക്കപ്പുറം വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലോട്ട് വളർന്നിരിക്കുകയാണ്. സാമൂഹിക പ്രവർത്തന മേഖലയിൽ ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായത് സോഷ്യൽ മീഡിയയുടെ ആവിർഭാവം മൂലം തന്നെയാണ്. വയനാട്ടിൻ്റെ ദുരന്തത്തിൻ്റെ പച്ചമണ്ണിലാണ് നാം ചവിട്ടി നിൽക്കുന്നത്. ആ വേദനയും ഗദ്ഗതവും നമ്മുടെ മനസ്സുകളെ അലോസരപ്പെടുത്തുന്നുണ്ട്. ആ ഒരു വേദനയിൽ പോലും അവർക്ക് താങ്ങും തണലുമായി സഹായഹസ്തങ്ങളുമായി നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സഹായ സഹകരണങ്ങൾ സന്നദ്ധ പ്രവർത്തകർ വയനാടിൻ്റെ മണ്ണിലോട്ട് ഒഴുകിയെത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ നടന്ന ഒരു കേന്ദ്രീകരണമാണ്. അവിടെ നടന്ന ഒരു സംഘാടന പ്രവർത്തനമാണ് ഇതെല്ലാം സാധ്യമാക്കിയത്. കേരളത്തിൻ്റെ നന്മ നാം അവിടെ കണ്ടതാണ്. ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള ആളുകളിലോട്ട് നിമിഷ നേരം കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു ഫണ്ട് സമാഹരണത്തിനും വലിയ തരത്തിലുള്ള ഒരു പ്രധാനമായ വിവരങ്ങൾ എത്തിക്കുന്നതിനും ഇന്ന് സോഷ്യൽ മീഡിയക്ക് സാധ്യമാകുന്നു എന്നത് വലിയൊരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ്. സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഒരു പുതുവഴി തന്നെയാണ് ഇതിലൂടെ തുറന്നിരിക്കുന്നത്. ഫണ്ട് സമാഹരണം തുടങ്ങി മറ്റു രോഗികളെ സഹായിക്കുന്നതും അതുപോലെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ ഇന്ന് ലോകത്ത് പലർക്കും തണലാകുന്നതും സോഷ്യൽ മീഡിയ വഴിയാണ്. പല പ്രതിസന്ധികളിലും സോഷ്യൽ മീഡിയ ആളുകൾ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. ഇതിനപ്പുറം ഇന്ന് വലിയ തരത്തിലുള്ള ഒരു സമാന്തര മാധ്യമമായി സോഷ്യൽ മീഡിയ മാറുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ് നാം തിരിച്ചറിയേണ്ടത്. ഭരണകൂടത്തിൻ്റെയും അധികാരവർഗത്തിൻ്റെയും ചെയ്തികൾക്ക് കൂട്ടുനിൽക്കുന്നതാണ് ഇന്ന് പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തകൾ സൃഷ്ടിച്ചെടുക്കുന്ന ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹിക മാധ്യമം ഒരു സമാന്തര മാധ്യമമായി മാറുന്നു. അവിടെ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. നന്മയുടെ വാതായനങ്ങൾ, സത്യത്തിൻ്റെ വാതായനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തുറന്നിടുകയാണ്. നമുക്കറിയാം, ദുർറാട്ടിയെ പോലെയുള്ള വസ്തുനിഷ്ഠ അവതരണങ്ങളിലൂടെ ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഒരു പുതുവഴി തന്നെയാണ്. ഭരണകൂടത്തിൻ്റെ ദുശ്ചെയ്തികളും അഴിമതികളും സമൂഹത്തിലെ തിന്മകളും ഇന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. എന്നാൽ അതേസമയം നാം വളരെയധികം ജാഗരൂകരായിരിക്കേണ്ടത് വ്യാജ വാർത്തകളെക്കുറിച്ചാണ്. വ്യാജ വാർത്തകൾ ഇതേ സമയം തന്നെ വളരെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഫണ്ട് റൈസിങ്ങിൻ്റെ പേരിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം തട്ടുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ തന്നെ നന്മയുടെയും നേരിൻ്റെയും പാതയിൽ മുന്നോട്ട് പോകുന്നവരും ഉണ്ടാകും.
എന്നാൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വസ്തുതകൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും വ്യാജ വാർത്തകളിലൂടെ വലിയ യുദ്ധങ്ങളും സംഘർഷങ്ങളും അടക്കം സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ജാഗരൂകരായി കൃത്യമായി വാർത്തകളെയും ഓരോന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കാതെ വിശകലനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി പറയുവാനുള്ള കാര്യം, ഈ ധർമ്മം ഇല്ലാതാകുന്ന, നന്മ ഇല്ലാതാകുന്ന ഈ കാലഘട്ടത്തിൽ ധാർമ്മിക വിപ്ലവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സത്യത്തിൻ്റെയും നന്മയുടെയും നാവായി നമ്മൾ മാറേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ഹൃദ്യമായ വരികളിലൂടെ, ഹൃദ്യമായ അവതരണങ്ങളിലൂടെ വലിയ വിപ്ലവം തീർക്കാനാകും. അത്തരത്തിലുള്ള ഒരു കാലികമായ വിപ്ലവത്തിന് നാം തുടക്കം കുറിക്കണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതിനെല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.